മാനറ മച്ചൻസിലേക്ക് സ്വാഗതം. അങ്ങനെ തുടരും സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടുണ്ട്. മോളിവുഡിലെ ആ ഒരു ലിസ്റ്റിലെ ടോപ്പ് 5-നകത്താണ് വന്നിരിക്കുന്നത്. 5.10, അതായത് 5,10,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കിട്ടിയിരിക്കുന്നത് 16,70,00,000 രൂപയാണ് വേൾഡ് വൈഡ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ സിനിമയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ ഇറങ്ങിയതിന് ശേഷം ഫുൾ പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഭയങ്കര ഹൈപ്പ് കയറിയത്. ഏതായാലും ഈ സിനിമ ഇപ്പം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു കറക്റ്റ് വലിയൊരു കമ്പാക്കാണിത്. കാരണം പുള്ളിയുടെ ഒരു ആക്ടിങ് സ്കിൽസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. തരുൺമൂർത്തി ഒരു ഫാൻ ബോയ് മൊമെന്റ് ചെയ്തൊരു പടമാണ്. അപ്പം അതിൻ്റെ ഒരു പവർ ഈ സിനിമയിലുണ്ട്. എല്ലാ സംഭവവും ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു ഹൈപ്പ് കുറഞ്ഞ ഒരു പടം ഇറക്കിയിട്ടും ടോപ്പ് 5-നകത്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ബ്രാൻഡായിട്ട് ഉള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എമ്പുരാൻ വന്ന് ഭയങ്കര ഹിറ്റ് അടിച്ച ആ ഒരു പവർ ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ആ പവർ കാണുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്നത്തെ ബുക്കിംഗ് ആണെങ്കിൽ ഏകദേശം 6 കോടിക്ക് മുകളിലായിട്ടുണ്ടെന്ന്. അപ്പം ഈ സിനിമയുടെ ഇന്നത്തെ കറക്റ്റ് കളക്ഷൻ നാളെയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്തായാലും ഫസ്റ്റ് ഡേക്കാട്ടിലും കൂടുതലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഏതായാലും ഇനിയും വരും ദിവസങ്ങളിലൊക്കെ നല്ല രീതിക്ക് കളക്ഷൻ കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നാളെ ശനിയാഴ്ച, അതുപോലെ തന്നെ മറ്റന്നാൾ ഞായറാഴ്ച. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഒരു പുള്ളിങ് എന്തായാലും കാണും. എന്തായാലും ഈ സിനിമ ഇപ്പോൾ നല്ല വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പം നല്ലൊരു ടൈമുമാണ് ഈ സിനിമയ്ക്ക് ഓടാൻ പറ്റിയത്. എന്തായാലും വലിയൊരു വിജയമായി മാറുമെന്ന് ഉള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അടുത്ത റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടെന്നവർ കമൻറ്റ് ചെയ്യുക. സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.